ഡി ഫോർ ഡെലീഷ്യസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈസിയായി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ മുട്ടയും പൊട്ടറ്റോയും ചേർന്ന ഒരു സ്റ്റൂ ആണ്. പാലപ്പം, ഇടിയപ്പം, ചപ്പാത്തി ഇവയൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റൂ ആണിത്. സ്റ്റൂ പല വിധത്തിലും വെക്കാം. അതിൽ ഞാൻ വെക്കുന്ന ഒരു രീതിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 പുഴുങ്ങിയ മുട്ടകളാണ്. അപ്പോൾ മുട്ട നന്നായിട്ട് പുഴുങ്ങിയ ശേഷം അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു കത്തി വെച്ച് 3-4 വരകൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിയൊക്കെ അതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് പിടിക്കും. ഇനി വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞതും 3 പച്ചമുളകും അല്പം കറിവേപ്പിലയാണ്. പച്ചമുളക് നമ്മളിവിടെ 3 എടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ ഈ കറിക്കകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പം പച്ചമുളകിൻ്റെ എരി മാത്രമേ ഉള്ളൂ. ഇനി വേണ്ടത് 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് കൊത്തി എരിഞ്ഞെടുത്തതാണ്. ഒരു മീഡിയം സൈസ് പൊട്ടറ്റോയുടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്റ്റൂവിന് ആവശ്യമായ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സായി കിട്ടില്ല. അപ്പോൾ ഇളം ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. ഇൻ കേസ് നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് തേങ്ങാപ്പാലിനായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ 1/2 കപ്പ് തിരുമിയ തേങ്ങ മിക്സിയുടെ ജാറിലിട്ട ശേഷം 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം അരിച്ചെടുത്താൽ മതിയാകും. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കിട്ടും. അപ്പോൾ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. നമുക്കിനി പ്രിപ്പറേഷൻ തുടങ്ങാം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കറിക്ക് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് കൊത്തി അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കുറവ് മതിയെങ്കിൽ 2 പച്ചമുളക് ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഉള്ളി വഴറ്റിയെടുക്കാം. ഇടയ്ക്കിടെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിവിടെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് നേരത്തോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന പൊട്ടറ്റോ കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ പൊട്ടറ്റോ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഞാൻ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പൊട്ടറ്റോയുടെ ഒരു കഷ്ണം എടുത്ത് നോക്കാം. ഇപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇൻ കേസ് വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പം വെന്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി അടയ്ക്കുന്നില്ല. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി അടയ്ക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ച് വേവിച്ചാൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് തിളച്ച് വരട്ടെ. പൊട്ടറ്റോ ഒരുപാടങ്ങ് വെന്ത് കലങ്ങി പോകരുത്. അത്യാവശ്യം പീസസ് ആയിട്ട് തന്നെ കിടക്കണം. ഉപ്പ് നോക്കിയപ്പോൾ അല്പം കുറവായിരുന്നു. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരുന്ന മുട്ടകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് 2 മിനിറ്റ് നേരം കൂടി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. മുട്ടയ്ക്കകത്തേക്ക് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരട്ടെ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. മുട്ടയുടെ മുകളിലേക്ക് ആ കറിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പം മുട്ടയുടെ കളർ ഒന്ന് മഞ്ഞ നിറത്തിലേക്ക് മാറിക്കിട്ടും. അപ്പം പൊട്ടറ്റോ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, എന്നാൽ ഉടഞ്ഞു പോയിട്ടുമില്ല. റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം ഈ കറി തിളച്ച് പോകാൻ പാടില്ല. നന്നായിട്ടൊന്ന് ചൂടായി മുകളിലേക്ക് ആവി ഒന്ന് വന്നാൽ മതിയാകും.
അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് ചൂടായി ആവിയൊക്കെ മുകളിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ എഗ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു പുതിയ റെസിപ്പിയുമായി നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ ബൈ.